താരത്തിളക്കത്തിലും പിന്നിട്ട വഴികൾ തുറന്നു പറയാൻ മടി കാണിക്കാതെ സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് മായ കൃഷ്ണ വളർന്നു ഉന്നത പദവിയിലെത്തുമ്പോൾ താൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഒട്ടുമിക്കവരും തുറന്നു പറയാറില്ല. എങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മായ കൃഷ്ണ മനസ്സ് തുറന്നപ്പോൾ കേട്ടിരുന്ന കാണികളുടെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് അഴക് 2026 എന്ന പരിപാടിയിൽ വെച്ച് മായ കൃഷ്ണ തന്റെ മനസ്സ് തുറന്നത്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ത്രീകളിൽ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ പേര് തന്നെയാണ് കേട്ടോ പറയുക ആദ്യം. കാരണം ഞാൻ അത്രയും ഒരുപാട് കഷ്ടപ്പെട്ടു ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ എന്നെ കുറിച്ച് അറിയുന്നുണ്ടാവും, പക്ഷെ പുതിയ കുട്ടികൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും പറയും, ചേച്ചി അടക്കം എല്ലാവരും പറയും, നീ ഇനി പഴയ കാര്യങ്ങളൊന്നും പറയണ്ട, അതൊക്കെ കഴിഞ്ഞു, പക്ഷെ കഴിഞ്ഞു എങ്കിലും നമ്മൾ എവിടെ എത്തിയാലും നമ്മൾ ആ പഴയ കാലഘട്ടം നമ്മൾ ഓർക്കുമല്ലോ, അത്രയും കഷ്ടപ്പെട്ട് വന്നത് നമ്മൾ ഓർക്കും. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന എൻ്റെ അമ്മയെപ്പോലെ എന്നെപ്പോലെയൊക്കെ വളർന്നു വന്ന ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ സിറ്റുവേഷൻ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ടാവും. അത്രയും കഷ്ടപ്പെട്ട് വന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ എന്ന രീതിക്കാണ് ഞാനിപ്പോൾ പറയുന്നത്, ആരും ബോറടിപ്പിക്കുന്നതല്ല. അപ്പോൾ എൻ്റെ ഒരു തുടക്കകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 വയസ്സുള്ളപ്പോഴാണ് വടക്കാഞ്ചേരി വരുന്നത്. അന്ന് മുതൽ അമ്മ ഒരു വീട്ടുജോലിക്ക് നിൽക്കുമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചു. അവിടുന്ന് ഒരു 5ാം ക്ലാസ് ആയപ്പോൾ അമ്മയുടെ വിഷമം കണ്ടിട്ടാണ് ഞാനും വീട്ടുജോലിക്ക് പോയി തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ ഷിഫ്റ്റ് ആണല്ലോ, ഉച്ചയ്ക്കും രാവിലെ അങ്ങനെയല്ലേ. അപ്പം ഞാൻ രാവിലെയാണ് സ്കൂളെങ്കിൽ ഉച്ചയ്ക്ക് പോയി ജോലി ചെയ്യും, ഉച്ചയ്ക്കാണ് അങ്ങനെയെങ്കിൽ രാവിലെ പോയി ജോലി ചെയ്യും. അങ്ങനെ ഒരുവിധം വടക്കാഞ്ചേരിയിലുള്ള എല്ലാ VIPസിൻ്റെ വീട്ടിലും ഞാനും എൻ്റെ അമ്മയും ജോലിക്ക് നിന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ വൈശാഖ് സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. അന്നത്തെ സാറ് കുഞ്ഞായിരുന്നു, ഞാനും കുഞ്ഞായിരുന്നു, അവിടെ നിന്നിട്ടുണ്ട്. ഒരുവിധം ബ്രാഹ്മിൺസിൻ്റെ എല്ലാ വീട്ടിലും ഞങ്ങൾ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഹരിശ്രീ കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളേജ് ഉണ്ടായിരുന്നു, അറിയോന്നറിയില്ല, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ നേരെ ഒരു ബ്രാഹ്മിൺസിൻ്റെ വീടുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെയാണ് ഞാൻ ജോലിക്ക് നിന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്താ ചെയ്യാന്ന്. എന്നെ കൊണ്ട് പറ്റാവുന്ന ചിലപ്പോൾ ചെയ്യും. കാരണം അമ്മയുടെ വിഷമം കണ്ടിട്ട് നമ്മൾ വിഷമാണ്. അമ്മ രാത്രിയൊക്കെയാണ് പണി കഴിഞ്ഞ് വരിക. പിന്നെ അന്നൊന്നും അത്ര ശമ്പളവും ഇല്ല. ഒരു മാസം 50 രൂപയായിരുന്നു നമ്മുടെ തുടക്ക ശമ്പളം, ഒരു മാസം. ഞാൻ ജോലിക്ക് നിൽക്കുമ്പോൾ അത് 150 അങ്ങനെയായിരുന്നു. അപ്പോൾ ആ പൈസ കൊണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ പഠിപ്പിക്കാനും ഒന്നും ആരുമില്ല, ഞാനും അമ്മയുള്ളൂ. അമ്മയ്ക്ക് അത്ര പഠിപ്പേ ഉള്ളൂ. നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും ആരുമില്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയും പഠിക്കണം എന്ന് പറയെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വീടെന്ന് പറയാനായിട്ട് ഞങ്ങൾ ഒത്തിരി വാടകയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പക്ഷെ സ്വന്തമായിട്ടൊരു റൂം വാടകയ്ക്ക് എടുത്തിരിക്കാനുള്ള ഒരു ഇതന്ന് ഉണ്ടായിരുന്നില്ല. 500 രൂപയാണ് ഒരു റൂമിൽ വാടക അന്ന് വടക്കാഞ്ചേരി. ഞങ്ങൾ ഒരുപാട് കുമ്പളങ്ങാടൊക്കെ വാടകയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അമ്മയുടെ കൂടെ ജോലിക്ക് നിന്നിരുന്ന ഒരുപാട് ചേച്ചിമാർ അവർ വീടിൻ്റെ ഒരു കുഞ്ഞു റൂം ഞങ്ങൾക്കായിട്ട് ഒഴിച്ചു തന്ന് അതിൽ 150 രൂപ വാടക, അങ്ങനെയാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിന്നിരുന്നത് ഇതുപോലെ മഠങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനോ അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു തരാൻ ആരുമില്ല. വീട്ടുജോലികളെടുത്തും പല വീടുകളിലെ ഒറ്റമുറികളിൽ അമ്മയ്ക്കൊപ്പം അന്തിയുറങ്ങിയ ദിവസങ്ങളും മായ കൃഷ്ണ സദസ്സിനു മുന്നിൽ പങ്കുവച്ചു. സ്വന്തം അമ്മയും താനും അനുഭവിച്ച കഷ്ടതകൾ തുറന്നു പറയാൻ ലഭിച്ച വേദിയായിരുന്നു ജന്മനാട്ടിലെ ഗേൾസ് ഹൈസ്കൂൾ. അടുക്കളയിലെ പാത്രങ്ങൾ കഴുകിയും മുറ്റമടിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മായ കൃഷ്ണ മനസ്സിൽ കുറിച്ചിട്ടു ഒരു നടിയാകണമെന്ന്. ഇന്ന് ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണ് ആരാണെന്ന് ചോദിച്ചാൽ അത് താനാണെന്ന് ഉറക്കെ പറയുമെന്നും മായ പറഞ്ഞു. മനക്കരുത്തും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ മനുഷ്യന് എവിടെയും ശോഭിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാട്ടിത്തരുകയാണ് മായ കൃഷ്ണ. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ടാ. ദാ ഇപ്പം ഇടാം.
വയ്യ. സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.